അപ്പൊ നമ്മുടെ ഡെന്റിസ്ട്രിയിലാണെങ്കിലും AI ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കോമൺ ആയിട്ട് അടയ്ക്കുന്നത് പല്ലിന്റെ മോൾഭാഗം മാത്രമാണ്. പക്ഷെ വേദന വന്നൊരു കേസിൽ നമുക്ക് ഈ മോൾഭാഗം മാത്രം അടയ്ക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം പല്ലിന്റെ മജ്ജ എന്ന് പറയുന്ന ഭാഗം മുകളിലും ഉണ്ട് താഴെയും. ഞാൻ ഏറ്റവും കൂടുതൽ നാട്ടില് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കേട്ടിരിക്കുന്നത് റൂട്ട് കനാൽ ചെയ്യുന്നതാണ്. നമ്മൾ ഈ പെയിൻ വരുന്നവരെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ റൂട്ട് കനാലുകളുടെ എണ്ണം കൂടി വരുന്നത്. അപ്പൊ നമ്മൾ ആ പല്ലിൽ ചെറിയൊരു ഡിസ്കളറേഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുളിപ്പ് തോന്നുമ്പോൾ തന്നെ ഡോക്ടറെ നമ്മൾ കാണണം. അപ്പൊ അതും നമ്മൾ ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ള ഒരു മിത്താണ്. എത്രത്തോളം ടൈനി ഡീറ്റെയിൽസ് ആണ് പല്ല് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കേട്ടോണ്ടിരുന്നപ്പോൾ ശ്രദ്ധിച്ചത്. എരിവ് കഴിച്ചാലോ അങ്ങനെ എന്ത് രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാലും ഈ പുളിപ്പിന്റെ പ്രശ്നം. അപ്പോൾ പിന്നെ നാട്ടിൽ നമുക്ക് പതുക്കെ ഹാർഡ് വർക്കിലൂടെ വർഷങ്ങളെടുത്താണ് നമ്മളൊരു സക്സസ്ഫുൾ ഡെന്റിസ്റ്റ് ആവുള്ളൂ. ആരും ഒരിക്കലും ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നല്ലൊരു ഇതായി മാറുന്നില്ല. ക്ഷമയോടെ ഹാർഡ് വർക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്ട്രീമാണ് ഡെന്റിസ്ട്രി. നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. വളരെ സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് ഞാൻ പറയാം. ഡോക്ടർ അഷിത അന്ന സാജു ആണ് എന്റെ കൂടെ ഷോയിലുള്ളത്. അഷിതയും ഞാനും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്, ഹൈസ്കൂൾ അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി. ഹയർ സെക്കൻഡറി ആയിരുന്നപ്പോൾ അഷിത ബയോളജി ആയിരുന്നു, ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് ചെയ്തത്. ഇപ്പോൾ കാലം ഒരുപാട് മുമ്പോട്ട് പോയിരിക്കുന്നു. അഷിതയും അഷിതയുടെ ഹസ്ബൻഡും രണ്ടുപേരും ഡെന്റിസ്റ്റ് ആണ്. ദേ ആർ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാന്റ് സെന്റർ. കട്ടച്ചിറയാണ് സ്ഥലം. ഒരു 2 കുട്ടികളുണ്ട്. ഫാമിലി ലൈഫായിട്ട് വളരെ സന്തോഷമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇന്നത്തെ ഷോയിൽ അഷിതയെ ഞാൻ ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് അഷിത അതിന് യെസ് പറഞ്ഞത്. കാരണം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ റീകണക്ട് ചെയ്യുന്നത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് ടൈം കണ്ടെത്തി ഇതിലേക്ക് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് അഷിത തീർച്ചയായിട്ടും വളരെ റെഡി ആയിട്ട് ഉടനെ തന്നെ ചെയ്യാവുന്ന രീതിയിലാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തെടുത്തത്. ഇതിനകത്ത് എനിക്ക് കുറച്ചുകൂടെ ഒരു സ്പെഷ്യൽ സ്പൈസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു പോസ്റ്റ് അക്ഷരയുടെയും ഇൻസ്റ്റാഗ്രാമിൽ വന്നു. അതായത് അക്ഷരയുടെ ഹസ്ബൻഡ് ഇത്തവണത്തെ ഡെന്റൽ എക്സലൻസ് അവാർഡ് നേടി എന്നുള്ള ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 2024 ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ കേരള സ്റ്റേറ്റ് ഡെന്റൽ എക്സലൻസ് അവാർഡ് അക്ഷരയ്ക്കായിരുന്നു 2024. എന്നാൽ ഇത്തവണ 2025 ഡോക്ടർ ടിവിൻ തോമസ്, അക്ഷരയുടെ ഹസ്ബൻഡാണ്, ടിവിനാണ് ഇത്തവണത്തെ അവാർഡ് കിട്ടിയത്. ഹസ്ബൻഡും വൈഫും കൂടെ 2 അവാർഡാണ് 2 വർഷം കൊണ്ട് നേടിയിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു വാർത്തയാണ്. നിങ്ങൾ രണ്ടുപേരും വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഷോയിൽ നമ്മൾ ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആസ് ഡെന്റിസ്റ്റ് പെർസ്പെക്ടീവിലാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഡെന്റൽ എന്നുള്ള സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഡേ ടു ഡേ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ അശ്വിനോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്, അവാർഡിന്റെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്, ഫാമിലിയുടെ വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ അശ്വിത ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഷി വാസ് വെരി ആക്റ്റീവ് ഇൻ ഓൾ, ലൈക്ക് ആർട്സ് എന്ന രീതിയിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്, നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അശ്വിനോട് ചോദിച്ചത് അറിയാനുണ്ട്. അപ്പൊ ആദ്യമായിട്ട് തന്നെ അശ്വിനെ ഈ ഷോയിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നു. ഞാൻ എപ്പോഴും പോഡ്കാസ്റ്റിൽ ചെയ്യുന്നത് എന്റെ ഗസ്റ്റിനോട് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് പറയും. സോ അശ്വിത, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. താങ്ക് യു. ആദ്യം തന്നെ സജിത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയാണ്. ഇത്രയും കാലത്തിന് ശേഷം ഞങ്ങൾ റീകണക്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ഷോയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്. ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സജിത്ത് തന്നെ പറഞ്ഞു. ഞാൻ ഡോക്ടർ അഷിത അന്ന സാജു. എന്റെ വീട് പിറവത്താണ്. ഞാൻ സ്കൂളിൽ കഴിഞ്ഞിട്ട് മാർബൈസേലിയോസ് ഡെന്റൽ കോളേജ് കോതമംഗലത്താണ് BDS ചെയ്തത്. അതിനുശേഷം ഏകദേശം 2 വർഷത്തോളം ഞാൻ മറ്റ് ഡോക്ടേഴ്സിന്റെ ക്ലിനിക്കിൽ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്തു. പിന്നീട് ഞാനും എന്റെ ഹസ്ബൻഡും, എന്റെ കല്യാണം കഴിഞ്ഞു. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു പെരിഡോണ്ടിസ്റ്റ് ആണ്, ഇംപ്ലാന്റോളജിസ്റ്റ് ആണ് അദ്ദേഹം, ടിവിൻ തോമസ്. അതിനുശേഷം ഞങ്ങൾ കിടങ്ങൂരിലേക്ക് മൂവ് ചെയ്തു. അവിടെ കട്ടച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ സ്വന്തം ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു, ബെറ്റർ ബൈറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാന്റ് സെന്റർ. ഞങ്ങൾക്ക് 2 കുട്ടികളാണ്. ഒരാൾ LKG പഠിക്കുന്നു, 5 വയസ്സ്, ഇളയാൾക്ക് 2.5 വയസ്സ്. അപ്പൊ ഇങ്ങനെ ഞങ്ങളിപ്പോ ഓൾമോസ്റ്റ് ഒരു 5-5.5 വർഷത്തോളമായിട്ട് ക്ലിനിക്കലി പ്രാക്ടീസ് ചെയ്ത് വരുവാണ്. വണ്ടർഫുൾ. എനിക്ക് ഈ ഷോയില് അശ്വിതയെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് ഈസിയാണ്. കാരണം ഞങ്ങള് ഒരേ സ്ഥലത്ത് നിന്ന് വരുന്നവരാണ്. അപ്പം ഒരുപാട് കാര്യങ്ങളും ഒത്തിരി വിശേഷങ്ങൾ കോമൺ ആയിട്ട് ഞങ്ങൾക്ക് ഈസിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഡയറക്റ്റ് പോഡ്കാസ്റ്റിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഞാൻ ഒന്നാമത്തെ ചോദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത്, ആസ് എ ഡെന്റിസ്റ്റ് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് അശ്വതിക്കുണ്ട്.
സ്വന്തമായിട്ട് ഒരു ക്ലിനിക്കും കൂടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപാട് ഡെന്റിസ്റ്റ് റിലേറ്റഡ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും പഠിക്കുകയും ഒബ്സർവ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്, ബിഗ്ഗസ്റ്റ് മിത്തുകൾ എന്താണ് ഡെന്റൽ ഹൈജീനിൽ എന്തൊക്കെയാണ് ഉള്ള ഒരു ബിഗ്ഗസ്റ്റ് മിത്തുകൾ? മിത്തുകൾ നമ്മുടെ നാട്ടില് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊരു ഇത് വെച്ചിട്ട് തന്നെ, ഒരു പാരമ്പര്യം വെച്ച് തന്നെ മിത്തുകളുടെ ഒരു നാടാണെന്ന് തന്നെ പറയാം. അത് ഡെന്റിസ്ട്രിയിൽ നമുക്ക് അതിൽ വ്യത്യാസമൊന്നുമില്ല. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു മിത്ത് എന്ന് പറയുന്നതാണ് ഈ സ്കെയിലിംഗ് അല്ലെങ്കിൽ ക്ലീനിങ് ചെയ്യുമ്പോൾ പല്ലിന്റെ ഇനാമൽ പോകുന്നുള്ളത്. മേ ബി സൈത്ത് കേട്ടിട്ടുണ്ടാവും അത്. അതായത് ഒത്തിരി യെസ് ആൾക്കാർ ക്ലീൻ ചെയ്യാൻ മടിക്കുന്നത് തന്നെ ഇത് ഇനാമൽ പോകത്തില്ലേ എന്നുള്ളതുകൊണ്ടാണ്. യെസ് അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം പണ്ട് കാലത്ത് നമ്മൾ ഈ ഡെന്റിസ്ട്രിയുടെ ഒക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഹാൻഡ് സ്കെയിലിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. കൈ കൊണ്ട് ഇങ്ങനെ ചുരണ്ടി ആ ഒരു രീതിയായിരുന്നു. ആ സമയത്താണ് നമുക്ക് ഇനാമലിന്റെ പ്രശ്നം വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എങ്ങനെ പോയാലും നമ്മൾ അൾട്രാസോണിക് ഡിവൈസ് വെച്ചാണ് സ്കെയിലിംഗ് ചെയ്യുന്നത്. അപ്പം ഇനാമൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ പാൽപ്പല്ലുകൾ കുട്ടികളിലെ, അത് പോവാനുള്ള പല്ലല്ലേ, അപ്പൊ അതിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണയാണ്. അതായത് നമുക്ക് അതിലും പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പാൽപ്പല്ലുകള് ഓരോ സമയമുണ്ട് ഓരോ പാൽപ്പല്ലും പോകേണ്ടതിന്. അപ്പൊ അതിന്റെ കറക്റ്റ് ടൈമിൽ അത് പോയില്ലെങ്കിൽ നമുക്ക് അന്നേരമാണ് ഈ പല്ലുകൾ മുടമ്പല്ല് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വരിക, ചില പല്ലുകൾ വരാണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ടൈമിന് മുമ്പ് വേദന വരുമോ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അത് മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരു ഇതാണ്, വേദന വന്നു കഴിയുമ്പോഴാണ് നമ്മൾ പല്ലിന്റെ ഡോക്ടറെ കാണേണ്ടതെന്നുള്ളത്. ഇപ്പൊ നമ്മള് വയറുവേദന വരും അല്ലെങ്കിൽ കാലുവേദന കൈവേദന ഒക്കെ വരുമ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോകുന്നത്. അപ്പൊ അതുപോലെ പല്ലിന് വേദന വന്നാൽ മാത്രമേ ഉള്ളൂ ഡോക്ടറെ അടുത്ത് പോവുള്ളൂ. വേദന വന്ന് ഡോക്ടറെ അതങ്ങ് അടച്ചോ, ഒരിക്കലും നമുക്ക് വേദന വന്നൊരു പല്ലിനെ അടച്ചു വെക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ആ പല്ലിന് ചെറിയൊരു ഡിസ്കളറേഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസം കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുളിപ്പ് തോന്നുമ്പോൾ തന്നെ ഡോക്ടറെ നമ്മൾ കാണണം. അപ്പൊ അതും നമ്മൾ ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ള ഒരു മിത്താണ്. വാവ്. ഈ ആദ്യം പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, ലൈക്ക് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ ഇനാമൽ പോകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നാട്ടിലായിരുന്നപ്പം ഒരുപാട് കേട്ട ഒരു സാധനമാണ്. അതായത് നമ്മൾ ഡെന്റിസ്റ്റിനെ അശ്വത പറഞ്ഞ കറക്റ്റാണ്. ഡെന്റിസ്റ്റിനെ നമ്മൾ കാണാൻ പോകുന്നത് എന്തെങ്കിലും ഒരു പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾ അതുവരെ നമ്മൾ പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ തള്ളി കളയും. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ഈ ആദ്യം പറഞ്ഞ ഇപ്പൊ ഇനാമൽ പോകും എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഇപ്പം അത് ക്ലീനിങ് റിലേറ്റഡ് ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ ഒരു 5 വർഷം മുമ്പ് പുറകോട്ട് വെച്ചിട്ട് ഇപ്പൊ ആളുകൾ കുറച്ചും കൂടെ ഡെന്റൽ ഹൈജീൻ ചെയ്യാനല്ല, അത് ക്ലീനിങ് ഒക്കെ വർഷത്തില് ആളുകൾ ഇത്ര ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് എബ്രോഡ് പോകുന്ന അല്ലെങ്കിൽ വെളിയിലോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടി. അല്ല, ഇപ്പൊ നമ്മൾ തന്നെ ആലോചിച്ചാൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തെക്കാളും ഇപ്പം ഒത്തിരിയും പിള്ളേരാണെങ്കിലും പുറത്തു പോയി പഠിക്കുന്നു, അല്ലെങ്കിൽ ജോലിക്കാണെങ്കിലും ആൾക്കാർ പുറത്തേക്ക് പോകണം. അപ്പം പുറത്തെന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി ഡെന്റലിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ആ ഒരു ചേഞ്ച് നമ്മുടെ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പം ഇപ്പൊ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാരാണേലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ളവരാണേലും ഇപ്പം ഈവൻ ഒരു 6 മന്ത്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ 1 ഇയർ എങ്കിലും കൂടുമ്പോൾ ഡെന്റൽ ചെക്കപ്പ് ചെയ്യണം, ഒരു ക്ലീനിങ് എങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മാറ്റമുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ഈ അതിനകത്ത് ആസ് എ ഡെന്റിസ്റ്റ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ക്ലീൻ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും റെക്കമെൻഡേഷൻ ഉണ്ടോ? നമ്മൾ തീർച്ചയായിട്ടും പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പോയാലും അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും ഒരു 6 മന്ത്സ് കൂടുമ്പോഴെങ്കിലും ഒരു ചെക്കപ്പ് ചെയ്യുക. അപ്പം പക്ഷെ 6 മന്ത് കൂടുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യണം എന്നില്ല. ചില ആൾക്കാർക്ക് ഇപ്പം ഒന്നും ഉണ്ടാവില്ല, ഒരു ക്ലീൻ ചെയ്യാനായിട്ട് ഒന്നും ഉണ്ടാവില്ല 6 മാസം കൂടുമ്പോൾ. അങ്ങനെയുള്ളവർ അന്നേരം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇയർലി വൺസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ അത്രയും പോലും അതിലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ 1.5 വർഷമൊക്കെ ആയവർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മസ്റ്റ് ആയിട്ടും ഒരു 6 മന്ത്സിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ ഒന്ന് വിസിറ്റ് ചെയ്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കിയിരിക്കണം. അങ്ങനെ. ഓക്കെ. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. കാരണം നാട്ടില് ഒരു ഡെന്റിസ്റ്റിനെ കാണുക എന്നുള്ളത് വളരെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നാട്ടിൽ. നമുക്കൊരു നല്ല പ്രോപ്പർ ട്രീറ്റ്മെന്റിനുള്ള ഒരുപാട് ഓപ്ഷൻസ്. ഞാനിപ്പോ എബ്രോഡാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ഡെന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇവിടെ ഇൻഷുറൻസിൽ മെജോറിറ്റി ഇൻഷുറൻസസ് ഒന്നും ഡെന്റിസ്റ്റ് കവർ ആകത്തില്ല. അപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ എബ്രോഡ് പോകുന്ന പല ആളുകളും, ഫോർ എക്സാമ്പിൾ എന്റെ കേസിലാണ് തന്നെ, ഞാൻ നാട്ടിൽ വരുമ്പോൾ എന്തായാലും മാൻഡേറ്ററി ആയിട്ട് ചെയ്യുന്നത് ഒരു ഡെന്റൽ ചെക്കപ്പ് ആണ്. റീസൺ കാരണം ഇവിടെ അത് അഫോർഡബിൾ അല്ല. ഈവൻ ഒരു സിമ്പിൾ ക്ലീനിങ്ങിന് പോലും നല്ല എക്സ്പെൻസ് ആണ്, നല്ല എക്സ്പെൻസീവ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് വരുന്ന ആളുകളിൽ
നിങ്ങളപ്പം ചെക്കപ്പ് വന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഒരു ഡെന്റൽ റുട്ടീൻ ഒരു ഡെയിലി നിങ്ങളൊരു ഡെന്റൽ ഒരു റുട്ടീൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കാറുണ്ടോ? അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് ഒരു ഡെന്റൽ റുട്ടീൻ ഫോളോ ചെയ്യേണ്ടത് ആസ് എ ഡെന്റിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയാമോ? തീർച്ചയായിട്ടും നമ്മളൊരു റൂട്ടീൻ നമ്മൾ എന്തായാലും പറയും. അപ്പൊ അതായത് നമ്മൾ നോർമലി കീപ്പ് ചെയ്യേണ്ട ഒരു റൂട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ പറയുന്ന പോലെ തന്നെ 2 നേരം നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്തിരിക്കണം. അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്നത് മീഡിയം ടൂത്ത് ബ്രഷുകൾ, അതായത് ബ്രിസിൽസിന്റെ, അതായത് ആ ബ്രഷിലുള്ള നാരുകളുടെ കട്ടി അനുസരിച്ചാണ് നമ്മൾ മീഡിയം അല്ലെങ്കിൽ മീഡിയം, സോഫ്റ്റ്, ഹാർഡ് അങ്ങനെ നമുക്ക് പറയാം. അതിൽ മീഡിയം ആണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മീഡിയം ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒരു പീനട്ട് സൈസ്, അതായത് ഒരു പയറുമണിയുടെ ഒക്കെ അത്രയും പേസ്റ്റ് എടുത്ത് 45 ഡിഗ്രിയിൽ ചെരിച്ചു പിടിച്ചിട്ട് ബ്രഷ് ചെയ്യാനാണ് നമ്മൾ കോമൺ ആയിട്ട് അഡ്വൈസ് ചെയ്യുന്നത്. അത് 2 നേരം മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. അതായത് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ആൻഡ് ലാസ്റ്റ് തിങ് ഇൻ ദ നൈറ്റ്. അങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് ശീലിക്കുക. അതുപോലെ ഇതിന്റെ ഒപ്പം തന്നെ പ്രോപ്പർ ആയിട്ട് നമ്മുടെ നാക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം. അത് ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നമുക്ക് ബ്രഷിൽ തന്നെ ഇപ്പൊ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ബ്രഷ് വെച്ചിട്ട് തന്നെ ക്ലീൻ ആക്കുക. ഇനി ആവശ്യമുള്ളവർക്ക് ഒരു മൗത്ത് വാഷും യൂസ് ചെയ്യാം. പക്ഷെ അതൊന്നും റെഗുലർ ആയിട്ട് മൗത്ത് വാഷസ് യൂസ് ചെയ്യണമെന്നില്ല, പക്ഷെ അങ്ങനെ കൂടെ ചെയ്താൽ നല്ലതാണ്. ഓക്കെ. ഈ ആദ്യം പറഞ്ഞ പോയിന്റ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ്. റീസൺ ഞാൻ പുറത്തൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പം സോഫ്റ്റ്, മീഡിയം, പല സൈസസ് ബ്രസിൽസ് ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ വായിച്ചു തുടങ്ങിയത്. ഇതിങ്ങനെ പല സൈസസ് ആണ്. അതുപോലെ തന്നെ പല ടൈപ്പ് പേസ്റ്റുകൾ, ലൈക്ക് പേസ്റ്റിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഈ ബ്രഷിന്റെ കൂടെ തന്നെ അടുത്ത ഒരു ചോദ്യം എനിക്ക് അതിനകത്ത് ചോദിക്കാൻ തോന്നിയത് ഫ്ലോസിങ്. നിങ്ങൾ ഫ്ലോസിങ് റെക്കമെൻഡ് ചെയ്യാറുണ്ടോ? അപ്പൊ ഫ്ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലവർക്ക് ഇപ്പം എല്ലാ നോർമൽ ഫ്ലോസിങ് പറ്റത്തില്ല. പല്ലിന്റെ ഘടനയനുസരിച്ചിട്ട് വ്യത്യാസം അനുസരിച്ചിട്ട് വേറെ ടൈപ്പ് ഫ്ലോസിങ് ഉണ്ട്. അപ്പൊ ആ ഫ്ലോസിങ് ടെക്നിക്ക് റിലവന്റ് ആണോ? ഡെയിലി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫ്ലോസിങ് ആക്ച്വലി നമ്മൾ ഡെയിലി ബേസിസിൽ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നില്ല. മെയിൻ ആയിട്ട് നമുക്ക് ഫ്ലോസിങ് വരുന്നത് പല്ലിന്റെ ഇടയിൽ വരുന്ന ഫുഡുകൾ എടുത്തു കളയാനായിട്ടാണ്. അപ്പം എല്ലാ ആൾക്കാർക്കും അതിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ചിലപ്പോൾ നമുക്ക് തന്നെ അറിയായിരിക്കും, നമ്മൾ തന്നെ ചെയ്തിട്ടും ഉണ്ടാവും, ഈ പല്ലിന്റെ ഇടയിൽ ഫുഡ് കയറുമ്പോൾ പണ്ട് മുതലേ നമ്മൾ ചെയ്തു വരുന്ന കാര്യമാണ് സേഫ്റ്റി പിൻ ഇട്ട് കുത്തും. അല്ലെങ്കിൽ അത്രയും കട്ടിയുള്ളത് അഫോർഡ് ചെയ്യാൻ പേടിയുള്ളവരല്ലേ ചോര വരുന്നതൊക്കെ പേടിച്ചിട്ട് ടൂത്ത് പിക്ക് ഇട്ട് കുത്തും. ഇത് രണ്ടാണേലും നമ്മുടെ ഗംസിന് ചീത്തയാ. അപ്പൊ നമ്മുടെ മോണ കൂടുതലായിട്ട് ഡാമേജ് ആവുള്ളൂ നമ്മൾ ഇത് രണ്ട് ചെയ്താലും. അപ്പൊ അതിന് പകരം നമ്മൾ ഈ ഫുഡ് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഫ്ലോസിങ് എന്ന് പറയുന്നത്. ഇപ്പൊ അതിൽ തന്നെ ഫ്ലോസുകൾ നമുക്ക് പലതരത്തിലുണ്ട്. അതിന്റെ കട്ടീനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് പല ടൈപ്പ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും നോർമൽ ആയിട്ട് കാണുന്ന ഇങ്ങനെ ത്രെഡ് പോലെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. അപ്പൊ ആ ഒരു ഫ്ലോസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ഒരു ആവശ്യത്തിനുള്ള നീളം എടുത്ത് 2 കൈയിലും ചുറ്റിയതിന് ശേഷം നമുക്ക് പല്ലിന്റെ ഇടയിൽ കയറ്റി ഇറക്കി അതിന്റെ ഇടയിലുള്ള ഇത് ക്ലീൻ ആക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇപ്പൊ അതിന് അത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഹാൻഡിലുള്ള ഫ്ലോസുകൾ അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അത് എന്നും ചെയ്യണമെന്നോ എല്ലാവരും ചെയ്യണമെന്നോ അല്ല, പക്ഷെ ആവശ്യമുള്ളവർ, അത് ഈ പല്ലിന്റെ ഇടയിൽ ഫുഡ് കയറുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവര് തീർച്ചയായിട്ടും ഫ്ലോസ് യൂസ് ചെയ്യുക, ഈ ഇങ്ങനെയുള്ള കട്ടിയുള്ള സാധനങ്ങൾ ഇട്ട് കുത്താതെ. ഓക്കെ, അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് പറഞ്ഞത്. കാരണം പല സമയത്തും നമ്മുടെ കല്യാണമോ അല്ലെങ്കിൽ ഫംഗ്ഷനൊക്കെ പോയിട്ട് ആളുകൾ ഈ ടൂത്ത് പിക്ക് എടുത്തിട്ട് എപ്പോഴും കഴിച്ചു കഴിഞ്ഞിട്ട് കുത്തുന്നത് ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അത് ഗമ്മിന് കേടാണെന്നുള്ളത് കറക്റ്റായിട്ട് പ്രശ്നം പറഞ്ഞു. ഇനി അപ്പൊ അതുപോലെ തന്നെ ഈ ഡെയിലി റുട്ടീനില് ഇപ്പം ഇതൊരു കുറച്ച് ഡിഫിക്കൽട്ട് ചോദ്യം ആയിരിക്കാം. ഇപ്പം ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പേസ്റ്റ് നിങ്ങൾ മേടിക്കുമ്പോൾ അതിനെന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട്, ഇപ്പൊ ചിലത് ഞാൻ കേട്ടിട്ടുണ്ട് ഫ്ലൂറൈഡ് ഉള്ള പേസ്റ്റ് യൂസ് ചെയ്യരുത്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം എന്റെ ഒരു നോളജ് ആണ്, എനിക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് ചോദിക്കുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് റെക്കമെൻഡേഷൻ ഉണ്ടോ പേസ്റ്റ് ബ്രഷ് അങ്ങനെയുള്ള? നോർമലി പറയുമ്പോൾ ബ്രഷ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മീഡിയം ആണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. പക്ഷെ ചിലർക്ക് ഗമ്മിനൊക്കെ പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഡെന്റിസ്റ്റിനെ നമ്മളോട് സോഫ്റ്റ് യൂസ് ചെയ്യാൻ പറയും. ഇപ്പൊ ഗം സർജറീസ് ഒക്കെ കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളവർ സോഫ്റ്റ്, അൾട്രാ സോഫ്റ്റ് ബ്രഷുകൾ യൂസ് ചെയ്യാം. ഹാർഡ് എപ്പോഴും അവോയ്ഡ് ചെയ്യുന്നത് തന്നെ നല്ലത്. ഹാർഡ് എപ്പോഴും നമുക്ക് ഗംസിനൊക്കെ ഡാമേജ് കൂടുതലായിട്ട് ഉണ്ടാക്കുകയുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ബ്രഷ് യൂസ് ചെയ്യാം. ഇന്ന കമ്പനി അങ്ങനെയൊന്നുമില്ല. അതുപോലെ ഇലക്ട്രിക് ബ്രഷ്, മാനുവൽ, അത് ഏതാണെങ്കിലും നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. ഇനി പേസ്റ്റിന്റെ കാര്യത്തിലോട്ട് വരുമ്പം പേസ്റ്റ് നമ്മൾ എപ്പോഴും നോർമൽ ആയിട്ടുള്ള പേസ്റ്റുകൾ യൂസ് ചെയ്യും. നമ്മൾ പല കമ്പനികളുടെ പരസ്യത്തിൽ പല രീതിയിലുള്ള പേസ്റ്റുകൾ കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അതായത് സെൻസിറ്റിവിറ്റി, പുളിപ്പിന് വേണ്ടിയിട്ടുള്ള പേസ്റ്റുകൾ, പല്ല് വെളുക്കാൻ വേണ്ടിയുള്ള പേസ്റ്റുകൾ, സ്റ്റെയിൻസ് പോവാൻ വേണ്ടി, അങ്ങനെയൊക്കെ പറഞ്ഞ് വിവിധ രീതിയിലുള്ള പേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ പല്ലിന് ഇന്ന പേസ്റ്റ് യൂസ് ചെയ്യണമെന്ന് ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഒരു ഡോക്ടർ പറയാണ്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല.
സാധാരണ രീതിയിലുള്ള പേസ്റ്റ് എടുത്ത് ഇന്ന കമ്പനി എന്നില്ല, ഏത് കമ്പനി വേണമെങ്കിലും യൂസ് ചെയ്യാം, അത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ കുട്ടികൾക്ക്, അതായത് ഒരു 3 വയസ്സിലൊക്കെ താഴെയുള്ള കുട്ടികൾക്ക് ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റുകൾ ഒഴിവാക്കുക. അതിന് മുകളിലേക്കുള്ളവർക്ക് ഫ്ലൂറൈഡ് കണ്ടന്റ് ഉള്ള പേസ്റ്റുകൾ യൂസ് ചെയ്യുക. അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓ ഓ നൈസ്. ഓക്കെ, അപ്പം ഏകദേശം ഒരു റുട്ടീൻ ഏകദേശം ഒന്ന് മനസ്സിലായി. ആസ് ഡെന്റിസ്റ്റ് ഇപ്പം വിശദം പറയുന്ന ഒരു റുട്ടീൻ ഏകദേശം മനസ്സിലായി. അപ്പം അതിനകത്ത് തന്നെ കുറെ ചെറിയ ചെറിയ പോയിന്റ്സ് ഉണ്ട്. പിന്നെ ടൈപ്പ് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, പിന്നെ നമ്മളെ ഫ്ലോസിങ് എല്ലാം ആവശ്യമില്ല. ഒരുപാട് റെലവെന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ പറഞ്ഞു തന്നത്. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ മലയാളികളുടെ ഇടയിൽ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ കുറച്ചുകൂടി നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പേസ്റ്റ്, എന്തെങ്കിലും ഒരു ബ്രഷ് രാവിലെ മാത്രമായിരിക്കും മെജോറിറ്റി പല്ല് തേക്കുന്നുള്ളൂ. ഈവനിങ്സ് നൈറ്റ്സ് പല്ല് തേക്കാറില്ല. എന്റെ അമ്മ എന്നെ വളരെ സ്ട്രെസ് ചെയ്ത് എപ്പോഴും ചെയ്യിച്ചൊരു കാര്യമാണ് നൈറ്റ് ബ്രഷ് ചെയ്തിട്ട് കിടക്കണം, നോ മാറ്റർ വാട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അപ്പം ഈ ഡെന്റൽ ഡെന്റലിനായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നാട്ടിലിപ്പം. ഒരുപാട് പല ആളുകൾ പല്ലിൽ കമ്പിയിടുന്ന ആളുകളുണ്ട്, വേറെ റൂട്ട് കനാൽ ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ പല്ല് റിലേറ്റഡ് വരാറുണ്ട്. അപ്പം നമ്മുടെ മലയാളികളുടെ ഇടയിൽ നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ വെച്ച് മലയാളികളുടെ ഇടയിൽ വരുന്ന ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഡെന്റൽ പ്രോബ്ലംസ് ആസ് എ ഡെന്റിസ്റ്റ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ഒന്ന് പറയാമോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രോബ്ലം തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഫുഡ് ലോഡ്ജ്മെന്റ്. അതായത് പല്ലിന്റെ ഇടയിൽ ഫുഡ് കയറുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ്സ് വരുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഓർക്കും വേദനയുള്ളവർ, കേടുള്ളവരൊക്കെ ആയിരിക്കും കൂടുതൽ കാണുന്നത്. പക്ഷെ എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുന്ന ആൾക്കാർ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ഒരു പെർമനന്റ് സൊല്യൂഷൻ കിട്ടാണ്ട് പോണതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫുഡ് ലോഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് പല്ലിന്റെ ഇടയിൽ ഫുഡ് കയറിയിരിക്കുക. അത് ആക്ച്വലി മെയിൻ ആയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ പണ്ട് മുതലേ ഉള്ള ശീലങ്ങൾ ഇനി ഭാവിയിലേക്ക് അത് മാറുമായിരിക്കും. പക്ഷെ പണ്ട് മുതലേ എന്ന് വെച്ചാൽ ഈ പല്ല് വേദന വരുമ്പോഴത്തേക്കും പല്ല് എടുത്ത് കളഞ്ഞ് ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് പഠിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ജനറേഷൻ മുമ്പെന്ന് പറയുന്നത് നമ്മുടെ പേരൻസിന്റെ ഒക്കെ ജനറേഷനിൽ വായിൽ എല്ലാ പല്ലുള്ളവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മളത് എണ്ണി എടുക്കേണ്ടി വരും, ആ ഒരു രീതി. അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള പല്ലുകൾക്ക് ഇത് പ്രശ്നമാണെന്നോ, പല്ലുകൾ ചെരിഞ്ഞു വരുന്നു, പല്ലുകളുടെ ഇടയിൽ വീണ്ടും അറിയാണ്ട് തന്നെ സ്പേസ് ഉണ്ടാവുന്നു, അതൊക്കെ നമ്മൾ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഫുഡ് ലോഡ്ജ്മെന്റ് വരും. അതുപോലെ എന്തെങ്കിലും ഗമ്മിന്റെ ഇഷ്യൂസ്, നമ്മൾ ഈ ബ്ലീഡിങ് ഗംസ് കോമൺ ആയിട്ട് കാണുന്നത്. നമ്മൾ ചിലപ്പോൾ പല്ല് തേക്കുമ്പോൾ ഒരു ചോര വരുമോ, ഇതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള മട്ടിലിരിക്കും. അപ്പം നമ്മുടെ പെരിയോഡോണ്ടൽ ഇഷ്യൂസ്, അതായത് നമ്മുടെ ഈ ഗമ്മിന്റെ പ്രോബ്ലംസ്, മോണയുടെ രോഗങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷണമാണ് ഈ ബ്ലീഡിങ് ഗംസ് എന്ന് പറയുന്നത്. അപ്പം അത് തന്നെ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ അത് നോട്ടീസ് ചെയ്ത് നമ്മുടെ ഡെന്റിസ്റ്റിനെ കണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ മോണരോഗങ്ങൾ ചെറുക്കാനായിട്ട് പറ്റും. അപ്പം എനിക്കിപ്പം പറയാൻ പറ്റും, കാരണം എന്റെ ഹസ്ബൻഡ് പെരിഡോണ്ടിസ്റ്റ് ആയതുകൊണ്ട് മോണരോഗങ്ങൾ നമ്മൾ പല്ലിന്റെ സാധാരണ അസുഖങ്ങൾ പോലെയല്ല, നമുക്ക് പെട്ടെന്ന് ഒരു റിസൾട്ട് അതിന് വരത്തില്ല ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ. അത് എത്ര നാളുകൊണ്ടാണോ ആ അസുഖം പ്രോഗ്രസ് ചെയ്തത് അതുപോലെ തന്നെ സമയമെടുക്കും അതിന് റിസൾട്ട് വരാൻ. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കണം. അപ്പൊ ഈ മോണരോഗത്തിന്റെ ഒരു സിവിയർ ഇതിലോട്ടൊക്കെ വരുമ്പോഴാണ് ഈ ഫുഡ് ലോഡ്ജ്മെന്റ് കൂടുതലായിട്ട് വരുന്നത്. ആൾക്കാരുടെ ആ ഒരു നോളജ് ഇപ്പോഴും ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോഴും അത് തന്നെ കണ്ടുവരുന്നത്. പിന്നെ വേദന, അത് നമ്മുടെ ആൾക്കാർ അങ്ങനെയാണ്, പല്ലുവേദന വരുമ്പോഴേ ഉള്ളൂ ഡോക്ടറെ അടുത്ത് പോകത്തുള്ളൂ. അപ്പത്തേക്കും പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേട് അങ്ങ് താഴെ വരെ എത്തിക്കാണും. അപ്പൊ വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു തിരിച്ച് ഒരു റൂട്ട് കനാൽ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷനിലോട്ട് ചിലപ്പോൾ ചില കേസുകളിൽ പോകേണ്ടി വരും. തിരിച്ച് നമുക്കൊരു നോർമൽ ഫില്ലിങ് പോസിബിൾ അല്ലാതെ വരാറുണ്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങൾ. ഓ അത് വളരെ റെലവെന്റ് ആയ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഒരു ചോദ്യമുള്ളത്, ബ്ലീഡിങ് എന്ന് പറഞ്ഞത് നമ്മൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? യൂഷ്വലി നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ചോര വരുന്നതാണ്. പിന്നെ ഫ്ലോസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ചില സമയത്ത് ബ്ലീഡിങ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം എപ്പോഴാണ് നമ്മൾ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ ഡെന്റിസ്റ്റിനെ കാണുന്നത്? അതൊന്നും കൃത്യമായിട്ട് പറയാം. നമുക്കിപ്പോ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ചില കേസിൽ നമ്മൾ ബ്രഷ് ഇച്ചിരി ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുവോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്ലോസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പം ചില ഫുഡൊക്കെ എടുത്ത് കളയാൻ വേണ്ടി നമ്മളൊരു പ്രഷർ കൊടുക്കുമ്പോൾ ബ്ലീഡ് ചെയ്യുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ഒരു ടിഷ്യൂ ആണ്, വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ടിഷ്യൂ ആണ് നമ്മുടെ ഗംസ് അല്ലെങ്കിൽ മോണ എന്ന് പറയുന്നത്. അങ്ങനെ ബ്ലീഡ് ചെയ്യാം. ഇതല്ല, നമ്മൾ നോർമലി നമ്മളൊരു വലിയ പ്രഷർ ഒന്നും കൊടുക്കാതെ സാധാരണ രീതിയിൽ തന്നെ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ പല്ലും മോണയും കൂടെ ചേരുന്ന ഒരു സ്കാലോപ്ഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഏരിയയിൽ നിന്ന് ബ്ലീഡിങ്, അതായത് ചെറിയ രീതിയിൽ രക്തം പൊടിക്കുന്ന പോലെ തോന്നുക. അതുപോലെ നമ്മൾ വായിൽ എന്തെങ്കിലും ചവയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫുഡ് ഇടയ്ക്ക് കയറുന്ന സമയത്തൊക്കെ നമുക്ക് ആ കൂട്ടത്തിൽ ഈ രക്തത്തിന്റെ ഒരു ടേസ്റ്റ് പോലെ വായിൽ തോന്നുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഡെന്റിസ്റ്റിനെ കാണണം.
ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം. ചില സമയത്ത് നമ്മളിപ്പോ ചില ആളുകൾക്ക് ഇപ്പൊ എനിക്കിപ്പോ ഒത്തിരി തണുപ്പുള്ള വസ്തു, ഫോർ എക്സാമ്പിൾ ഐസ്ക്രീം ഉം, എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പല ഭയങ്കരമായിട്ട് പുളിപ്പ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഉം, അത് എല്ലാവർക്കും നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഓരോരുത്തരുടെയും പല്ലിന്റെ വ്യത്യാസങ്ങളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഫുഡിൽ എന്തെങ്കിലും നിങ്ങൾ ലിമിറ്റേഷൻസ് പറയാറുണ്ടോ? ഇന്ന ഫുഡ്സ് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പൊ ചവയ്ക്കുമ്പോൾ അല്ലെങ്കിൽ തണുത്ത ഭക്ഷണം ഭയങ്കര ചൂടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് റെക്കമെൻഡേഷൻസ് പറയാറുണ്ടോ? അതിലിപ്പോ എന്ന് വെച്ചാൽ സജിത്ത് ചോദിച്ച പോലെ തന്നെയാണ്. അതായത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നല്ല ഓക്കെ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ടൂത്ത് ഉള്ള ആൾ, അതായത് നമുക്ക് എല്ലാത്തിനും, അതായത് പല്ലിന് 3 സ്ട്രക്ചർ ആണ് നമ്മൾ ജനറലി പറയുന്നത്. അതായത് ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന സ്ട്രക്ചേഴ്സ് 3 ഇനാമൽ, അതിന്റെ അകത്ത് ഡെന്റിൻ, ഏറ്റവും ഉള്ളിൽ പൾപ്പ് അഥവാ പല്ലിന്റെ മജ്ജ, ഈ ബ്ലഡ് വെസൽസ് ഒക്കെ വരുന്ന ഭാഗം. അപ്പൊ ഇതില് നമുക്ക് നല്ല ആഡിക്വേറ്റ് തിക്നെസ്സിലുള്ള ഒരു ഇനാമൽ ഉള്ള ആൾക്കാർക്ക് എന്ത് കഴിച്ചാലും, തണുപ്പ് കഴിച്ചാലോ ചൂട് കഴിച്ചാലോ എരിവ് കഴിച്ചാലോ അങ്ങനെ എന്ത് രീതിയിലുള്ള ഭക്ഷണം കഴിച്ചാലും ഈ പുളിപ്പിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. നമുക്ക് ഇനാമലിന്റെ തിക്നെസ് കുറഞ്ഞു വരുന്ന അനുസരിച്ചാണ് ഈ പുളിപ്പ് അഥവാ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഇനാമലിന്റെ ഉള്ളിലുള്ള ഡെന്റിൻ എന്ന പാർട്ടില് ഡെന്റിനൽ ട്യൂബ്യൂൾസ് ഉണ്ട്. ആ ഇതിനാണ് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അഥവാ പുളിപ്പ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഇനാമലിന്റെ തിക്നെസ്സിനെ ബേസ് ചെയ്താണ് ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അത് ഉണ്ടാവുന്നത്. ഓക്കെ. ആ, ഇപ്പൊ മനസ്സിലായി, ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപ്പം ഈ ഈ മോസ്റ്റ് കോമൺ ഡെന്റൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഞാൻ ഏറ്റവും കൂടുതൽ നാട്ടില് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കേട്ടിരിക്കുന്ന റൂട്ട് കനാൽ ആ, ചെയ്യുന്നത് എന്നുള്ള പ്രോസസ്സാണ്. നമ്മൾ കുട്ടിക്കാലം തൊട്ട് ഏറ്റവും കൂടുതൽ പല റൂട്ട് കനാൽ ചെയ്യേണ്ടി വരും എന്ന് നോട്ട് ടൈംസ് ഞാൻ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഉം. ഈ റൂട്ട് കനാൽ എന്നുള്ള സിറ്റുവേഷൻ അതെന്താണ്, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിന് നമുക്കത് തടുക്കാനായിട്ട് എന്തെങ്കിലും നമുക്ക് ഡെയിലി റുട്ടീനിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ ശ്രീയുടെ സൈഡിൽ നിന്ന്? തീർച്ചയായിട്ടും റൂട്ട് കനാൽ എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പം ഒത്തിരി കോമൺ ആയിട്ട് വരും. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പെയിൻ വരുന്നവരെ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ റൂട്ട് കനാലുകളുടെ എണ്ണം കൂടി കൂടി വരുന്നത്. അപ്പൊ നമുക്ക് പല്ലിൽ ഒരു ചെറിയ ഡിസ്കളറേഷൻ തോന്നുന്നു, അല്ലെങ്കിൽ ചെറിയൊരു തുള അല്ലെങ്കിൽ ചെറിയൊരു ഓട്ട വന്ന പോലെ കാണുന്നു, അല്ലെങ്കിൽ ഒരു കറുത്ത കളർ കാണുന്നു, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പുളിപ്പ് തോന്നുന്നു. ആ സമയത്ത് നമ്മൾ ഡെന്റിസ്റ്റിനെ കണ്ടാൽ നമുക്ക് ഈ റൂട്ട് കനാൽ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഒരു പരിധി വരെ തടയാനായിട്ട് സാധിച്ചേക്കും. റൂട്ട് കനാൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഇപ്പൊ പല ആൾക്കാരുടെ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മിത്തുകളിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ്. അതായത് ഒരു തെറ്റിദ്ധാരണയാണ് ഈ റൂട്ട് കനാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പല്ലിന്റെ അങ്ങോട്ടുള്ള എന്തോ ഞരമ്പ് കട്ട് ചെയ്ത് കളയുന്നതാണുള്ള പരിപാടി. റൂട്ട് കനാൽ തീർച്ചയായിട്ടും അതല്ല. അതായത് നമ്മുടെ പല്ലിന് മോളിൽ, അതായത് വായുടെ ഉള്ളിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമല്ലാതെ താഴേക്ക് ഒരു വേര് കൂടിയുണ്ട്, നമ്മുടെ എല്ലിന്റെ അകത്ത് പിടിച്ചിരിക്കുന്ന ഭാഗം. അത് ഓരോ പല്ലിനും അതിനെ നമ്പർ വേരി ചെയ്യും കേട്ടോ. ഫ്രണ്ടിലുള്ള പല്ലുകൾക്ക് ഓരോന്നൊക്കെ ആയിരിക്കും, ബാക്കിലോട്ട് പോകുന്ന അനുസരിച്ച് 2 3 വരെ ആവാം വേരുകൾ. ഈ വേരുകൾ വരെയുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളും എടുത്തു മാറ്റി, അതായത് ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പൾപ്പ് അഥവാ മജ്ജ എടുത്ത് കളഞ്ഞിട്ട് ആ വേര് വരെ കൂടെ നമ്മൾ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അടച്ചു വെക്കുന്ന പ്രൊസീജിയർ ആണ് ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് അടയ്ക്കുന്നത് പല്ലിന്റെ മോൾഭാഗം മാത്രമാണ്. പക്ഷെ വേദന വന്നൊരു കേസിൽ നമുക്ക് ഈ മോൾഭാഗം മാത്രം അടയ്ക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം പല്ലിന്റെ മജ്ജ എന്ന് പറയുന്ന ഭാഗം മുകളിലും ഉണ്ട് താഴേക്കും ഉണ്ട്. ഇപ്പൊ ചില പല്ലുകളുടെ പിക്ചറൈസേഷനിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനാമൽ മുകളിൽ ഒരു ഔട്ടർ ലെയർ ആണ്, ഡെന്റിൻ അതിന്റെ തൊട്ട് താഴെയുള്ള ഒരു ലെയർ ആണ്, ഏറ്റവും ഉള്ളിലുള്ള പൾപ്പ് നമുക്ക് റൂട്ടിന്റെ അവിടം വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ പൾപ്പിൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ, അതായത് പല്ലിന് ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഉള്ളു വരെ വേരിന്റെ അവിടെ നിന്ന് വരെയുള്ള ഇൻഫെക്ഷൻ എടുത്ത് മാറ്റിയാൽ മാത്രമേ അതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ അത് എടുത്ത് മാറ്റി നമ്മൾ അവിടവും കൂടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഫില്ല് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് റൂട്ട് കനാൽ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ആ പല്ലിന് ജീവനുള്ള ഒരു പൾപ്പ് ഇല്ല, ആ പല്ല് ഡെഡ് ആണ്. പക്ഷെ അത് സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് കടിക്കാനും കാര്യങ്ങൾക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഓ, ഇപ്പൊ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഓക്കെ. അത് ഇതൊരു നല്ലൊരു നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് ഇത് പറഞ്ഞു തന്നു. ഈ ഒരു ഒരു ജീവിതത്തിലെ ഒരു ശരാശരി മനുഷ്യന് എപ്പോഴും നമ്മളിപ്പോ വേറെ അസുഖങ്ങൾ വരുന്ന പോലെ തന്നെ ഡെന്റൽ റിലേറ്റഡ് പ്രോബ്ലംസ് എപ്പോഴും കോമൺ ആണ്. ഇപ്പൊ പ്രായം കൂടുന്തോറും ആളുകൾക്ക് ഡെന്റൽ പ്രോബ്ലംസും ഒക്കെ കൂടി വരുന്നതായിട്ട് പല പ്രശ്നങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഒരു 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 നിങ്ങളുടെ ദിവസത്തെ ക്ലിനിക്കിൽ തന്നെ നിങ്ങൾ പല ടൈപ്പ് ഓഫ് ആളുകളെ കാണുന്നുണ്ട്, പല പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഈ പല ആളുകൾ പല അസംഷൻസുമായിട്ട് വരുന്നുണ്ട്. അപ്പം ഒരു ഡെന്റിസ്റ്റ് എന്നുള്ള രീതിയിൽ ലൈക്ക് ഇപ്പം ഹസ്ബൻഡും ഡെന്റിസ്റ്റ് ആണ്, കുറച്ചുകൂടി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നിങ്ങൾ ഡെന്റിസ്റ്റുകളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ടൈം എപ്പോഴാണ്? അതുപോലെ തന്നെ സെയിം തന്നെ ടഫസ്റ്റ് ആയിട്ട് ആസ് എ ഡെന്റിസ്റ്റ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട ചാലഞ്ചസ് ഇതൊക്കെ ഒന്ന് പറയാമോ? അതായത് ഇതിപ്പോ കേൾക്കുന്ന മെജോറിറ്റി ആളുകൾ
ഡെന്റിസ്റ്റുകളാവില്ല, ചിലപ്പോൾ ആളുകൾ പേഷ്യൻസ് ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ ആസ് എ ഡെന്റിസ്റ്റ് നിങ്ങളുടെയും ഒരു വ്യൂ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. കാരണം അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു പേഷ്യന്റ് ആയിട്ട് ഞാനിപ്പോ പോവുകയാണെങ്കിൽ ആസ് എ ഡെന്റിസ്റ്റ് എനിക്ക് അറിയാൻ പറ്റും ബുദ്ധിമുട്ടുകൾ എന്താണ്, അതനുസരിച്ച് കോപ്പറേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്, what are the best and toughest parts of being a dentist? ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറയാം, ഞാനിപ്പോ ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതാ പറയുന്നത്. നമ്മള് തീർച്ചയായിട്ടും നമുക്കൊരു ഡോക്ടർ ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഒരു ബെസ്റ്റ് പാർട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ നമുക്കറിയാം, നമ്മുടെ ബോഡി പെയിൻസിൽ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു വേദനയാണ് ഈ പല്ലുവേദന. വന്നിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. നമുക്ക് സഹിക്കാൻ Yes. പറ്റുന്നതിന്റെ ഒരുപാട് മുകളിലുള്ള ഒരു വേദനയാണ് പല്ലുവേദന എന്ന് പറയുന്നത്. അപ്പൊ ആ വേദന ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന ഒരാളുടെ വേദന മാറ്റി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ എന്താ പറയുക, ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പൊ നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്തു, ആള് ഡോക്ടറെ എന്റെ വേദന മാറി എന്ന് നമുക്ക് ഒരു ഇത് പറയുന്നത് നമുക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ നമുക്ക് ആൾക്കാരുടെ സ്മൈൽ മേക്ക് ഓവർ ചെയ്യാൻ പറ്റുക, അതായത് ഒരു സ്മൈല് അല്ലെങ്കിൽ നമ്മുടെ ഒരു പല്ലിന്റെ അറേഞ്ച്മെന്റ്, ഒരു സ്മൈലാണ് ഒരാളുടെ മുഖത്തിന്റെ എപ്പോഴും ഒരു ഇതെന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് പാർട്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രൊഫഷന്റെ. ഇനി നമ്മൾ ടഫസ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യത്തിന്റെ തന്നെ മറുവശമാണ് ഇതിന്റെ ഏറ്റവും വലിയ ടഫസ്റ്റ് പാർട്ട്. നമ്മുടെ ആൾക്കാരെ കൺവിൻസ് ചെയ്ത് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് ജനറലി കുറച്ച് കോസ്റ്റ്ലിയും ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൺവിൻസ് ചെയ്ത് ഈ സ്മൈല് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പാർട്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ പബ്ലിക് സെക്ടറിൽ ഇതിനുള്ള വേക്കൻസീസ് ഒരുപാട് കുറവാണ്. അപ്പൊ അതും ഒരു നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഇതായിട്ടുള്ള ഒരു കാര്യം തന്നെ. ഓക്കെ, താങ്ക് യു കൃഷ്ണ, അത് വളരെ എഫോർട്ടായിട്ട് പറഞ്ഞു തന്നു. ഇതിനകത്ത് എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് എനിക്ക് ഒരു ഒരു പോയിന്റ് പറയുന്നത്, രണ്ടുപേരും കേരള സ്റ്റേറ്റ് എക്സലൻസ് അവാർഡ് മേടിച്ചത് 2024 അക്ഷര മേടിച്ചെങ്കിൽ അക്ഷര ഹസ്ബൻഡ് ആണ് 2025 ഈ വർഷം അത് നേടിയിരിക്കുന്നത്. അപ്പം കേരള സ്റ്റേറ്റ് എക്സലൻസ് അവാർഡ് മേടിച്ച് നിങ്ങൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. ഇതിനകത്ത് ഒരുപാട് വർഷത്തെ പഠനം, ഒരുപാട് വർഷത്തെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ ബുക്സ് മാത്രം കൊണ്ട് ഒരിക്കലും ഇതുപോലത്തെ അല്ല. പ്രത്യേകിച്ച് മെഡിക്കൽ റിലേറ്റഡ് എന്ത് പ്രൊഫഷൻ ചെയ്യുന്ന ആളുകളും നിങ്ങൾ ചെയ്യുന്നത് ഇറ്റ്സ് വെരി ഡെലിക്കേറ്റ്. പല ആളുകൾ പല ഇമോഷൻസിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യണം, പല രീതിയിലുള്ള ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്ത് പ്രാക്ടീസ്ഡ് ആവണം. ഇതെല്ലാം മനുഷ്യനെ ബാധിക്കുന്ന വളരെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത്രത്തോളം സൂക്ഷ്മമായിട്ടും ശ്രദ്ധിച്ചും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഡെന്റിസ്റ്റ് ആകണമെന്ന് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അശ്വിത ഡെന്റിസ്ട്രി പഠിച്ചു, അതുപോലെ തന്നെ ഹസ്ബൻഡ്, നിങ്ങളിപ്പോ എപ്പോഴും നിങ്ങളുടെ ആസ് പാർട്ട് ഓഫ് ലൈഫ് എപ്പോഴും നിങ്ങൾ ഇതിനെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നത്, ഡെന്റിസ്ട്രി മറ്റു കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പം ഇപ്പൊ രണ്ട് ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, നിങ്ങൾ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ കേരള സ്റ്റേറ്റിന്റെ എക്സലൻസ് അവാർഡ് നിങ്ങൾ മേടിച്ചു. അപ്പൊ അതിന്റെ ഒരു വിശേഷങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയും കാര്യങ്ങളുണ്ട് എന്നുള്ളത്, നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്ത വ്യക്തികളാണ്. അപ്പൊ അതെന്താണെന്നുള്ളതും അത് എവിടെ വെച്ചായിരുന്നു, അത് എന്താണ് അതിന്റെ പ്രത്യേകത എന്നുള്ളതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എനിക്ക് ക്യൂരിയസ് ആയിട്ട് ചോദിക്കുന്നതാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റിന്റെ ഇതായിട്ടുള്ള IDA എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. നമുക്ക് IMA ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉള്ള പോലെ തന്നെ ഡെന്റിസ്റ്റുകളുടെ അസോസിയേഷൻ ആണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ. അപ്പൊ നമ്മളൊരു ക്ലിനിക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ നമ്മൾ കേരള ഡെന്റൽ കൗൺസിലിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു IDA മെമ്പർഷിപ്പ് കൂടി എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ക്ലിനിക്ക് പരമായിട്ടുള്ള കാര്യങ്ങൾ, ലൈസൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ തന്നെ ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ലീഗൽ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യുന്ന IDA ആണ്. അപ്പോൾ ഇത് നമുക്ക് കേരള സ്റ്റേറ്റിൽ വിവിധ ബ്രാഞ്ചുകളായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങള് ആക്ച്വലി ഞങ്ങളുടെ ക്ലിനിക്ക് കട്ടച്ചിറ ആയതുകൊണ്ട് തന്നെ IDA പാലാ ബ്രാഞ്ചിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാ ഇയറിലും March 6th ആണ് നമ്മൾ ഡെന്റിസ്റ്റ് ഡേ ആയിട്ട്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഡെന്റിസ്റ്റ് ഡേ ആണ് March 6th എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെന്റിസ്റ്റ് ഡേയോട് അനുബന്ധിച്ച് നമ്മള് നമ്മുടെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ബ്രാഞ്ചസിൽ നിന്നും യങ് ഡെന്റിസ്റ്റുകൾ, അതുപോലെ തന്നെ ഇപ്പൊ യങ് ആസ് വെൽ ആസ് നമുക്ക് ഏജ് ഒരു ഫാക്ടറായിട്ട് ഇപ്പൊ നോക്കുന്നില്ല, എക്സലൻസ് ഓരോ വർഷത്തെയും പെർഫോമൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ അവാർഡിന് നോമിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ IDAയിലുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, അതുപോലെ നമ്മുടെ ക്ലിനിക്കൽ കാര്യങ്ങൾ, അതുപോലെ IDAയുടെ ഇതിന് ആയിട്ട് ബന്ധപ്പെട്ട പല പല ക്രൈറ്റീരിയാസ് ഉണ്ട് ഇതിനെ കുറച്ച്. അപ്പൊ ആ ക്രൈറ്റീരിയാസിനെ എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു മെയിലിനെ ഒരു ഫീമെയിലിനെയാണ് ഓരോ വർഷവും ഇലക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആണ് ഇപ്പം കഴിഞ്ഞ വർഷം ഫീമെയിൽ ഇതായിട്ട് ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് എനിക്കാണ് കിട്ടിയത്.
ഇപ്പൊ ഈ വർഷം ഹസ്ബൻഡിനാണ് Wow. കിട്ടിയത്. ഇപ്പം ഈ വർഷം അത് തൃശ്ശൂർ വെച്ചായിരുന്നു അതിന്റെ ഫംഗ്ഷൻ. നമ്മുടെ കുഹാസിന്റെ വൈസ് ചാൻസലർ ആയിരുന്നു തരാനായിട്ട് വന്നിരുന്നത്. ഒത്തിരി സന്തോഷമുള്ള കാര്യം. Mhm. So, big achievement. Congratulations രണ്ടുപേർക്കും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് പൈസ തീർച്ചയായിട്ടും. എനിക്ക് അതിനകത്ത് തന്നെ രണ്ടാമതായിട്ട് അതിനകത്ത് ഞാൻ കൂട്ടിച്ചേർക്കുന്ന ഒരു ചോദ്യം, ഇപ്പൊ ഒരുപാട് ആളുകൾ ഡെന്റിസ്റ്റ് ആവാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അപ്പം ഈ ഡെന്റിസ്റ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകൾക്കുള്ള അഡ്വൈസ് എന്താണ്? നിങ്ങൾ എന്തിലൂടെയൊക്കെയാണ് കടന്നു പോകേണ്ടത്? നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്? നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? എന്തൊക്കെയായിരിക്കും റിയൽ ലൈഫിൽ നിങ്ങൾ പഠിക്കുന്ന പോലെയല്ലല്ലോ. റിയൽ ലൈഫിൽ നമ്മൾ എപ്പോഴും വരുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫറെന്റ്. റിയൽ ലൈഫിൽ വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിനെ പറ്റിയിട്ട് ആശ്രയയുടെ ജേർണി വെച്ചിട്ട് ഇനി വരുന്ന ആസ്പയറിംഗ് കാൻഡിഡേറ്റ്സിന് ഒരു അഡ്വൈസ് പോലെ പറയാൻ പറ്റുവാണെങ്കിൽ എന്തായിരിക്കും? ഇതിൽ ഞാൻ പറയുന്നത് രണ്ട് രീതിയിലുള്ള ആൾക്കാരെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അതായത് ഒരു വിഭാഗം ആൾക്കാര് ഈ വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ വീട്ടിലൊരു ഡോക്ടർ ഉണ്ടാവാൻ വേണ്ടി വീഡിയോസിന് ചേർക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വേറൊരു വിഭാഗം ഇതിനു വേണ്ടി തന്നെ പാഷനേറ്റ് ആയിട്ട് ഡെന്റിസ്റ്റ് ആവാൻ വേണ്ടി തന്നെ ആഗ്രഹിച്ചു വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതില് ഓക്കെ. എപ്പോഴും നമ്മൾ ഏത് ജോബിനാണേലും ആ ജോബിനോട് ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിന്റെ പുറകെ പോവുക. കാരണം ഒരിക്കലും ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്ട്രീം അല്ല ഡെന്റിസ്ട്രി. നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. നമ്മൾ മെഡിക്കലിൽ പഠിക്കുന്ന പോലെ തന്നെ തിയറി പാർട്ട് ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ഹാൻഡ് സ്കിൽസ് വളരെ അധികം ആവശ്യമുള്ള ഒരു പാർട്ടാണ് ഡെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പൊ നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ ഡെന്റിസ്ട്രിയുടെ ഇതുപോലെ ഫുൾ ഫോം പോലെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അതായത് ഒരു ആർട്ടിസ്റ്റ്, സ്കൾപ്ചർ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അറിയാവുന്ന ആൾക്ക് ഒരു ഡെന്റിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ശരിക്കും നമ്മള് നമ്മുടെ എന്താ പറയുന്നത് പോട്ടറി മേക്കിങ്ങോ അല്ലെങ്കിൽ കല്ലുപണി എന്ന് വരെ പറയാം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അതായത് നമ്മളൊരു പല്ലിന്റെ ഇനാമൽ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ കല്ലിനോട് ഉപമിക്കാവുന്ന ഒരു മെറ്റീരിയൽ. അപ്പൊ അതുപോലെ അതില് പണിയാൻ അറിയാവുന്ന ഒരു പല്ല് പണിതാൽ മതി എന്നുള്ള ഒരു ബേസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. ഡെന്റിസ്ട്രി വളരെ നല്ലൊരു ഇത് തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടില് നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനാണ് തീർച്ചയായിട്ടും വരുന്നത്. അപ്പൊ പിന്നെ നാട്ടിൽ നമുക്ക് പതുക്കെ ഹാർഡ് വർക്കിലൂടെ വർഷങ്ങളെടുത്താണ് നമ്മളൊരു സക്സസ്ഫുൾ ഡെന്റിസ്റ്റ് ആവുള്ളൂ. ആരും ഒരിക്കലും ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നല്ലൊരു ഇതായി മാറുന്നില്ല. ക്ഷമയോടെ ഹാർഡ് വർക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സ്ട്രീമാണ് ഡെന്റിസ്ട്രി. അത് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഡെന്റിസ്റ്റ് ആകാൻ താല്പര്യമുള്ളവർക്ക് അഡ്വൈസ് യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എപ്പോഴും ഉള്ള കോമൺ ട്രെൻഡാണ് പക്ഷേ പറയുന്നത്, നാട്ടില് എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഒക്കെ ആകാനൊക്കെ ആകുന്ന നോട്ടത്തിലാണ്. അപ്പം ആ നോട്ടം മാത്രമല്ല, നിങ്ങളുടെ പാഷനോടെ കണ്ടെത്താൻ അതിനോട്ട് റിലേറ്റ് ചെയ്ത് കരിയർ എടുക്കാനായിട്ടും കൃഷ്ണനെ സൂചിപ്പിച്ചു. അപ്പം കൽപ്പണിക്കാരനാണെന്നുള്ള രീതിയിലാണ് ആദ്യത്തെ കുറച്ച് കർഷകർ പണിയെടുക്കേണ്ടതെന്ന് വളരെ ഫണ്ടിയായിട്ട് അശ്വത പറഞ്ഞു. ഇനി അശ്വതയുടെ ലൈഫിൽ ഇപ്പൊ പറയാം, അശ്വത ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വെരി ആക്റ്റീവ്, മ്യൂസിക് അതുപോലെ തന്നെ ഡാൻസ് കാര്യങ്ങളൊക്കെ വളരെ വളരെ പ്രതിഭയുള്ള ഒരു വ്യക്തിയായിരുന്നു. കേപ്പബിൾ ആയ ഒരുപാട് പല കാര്യങ്ങളും ചെയ്യാനായിട്ടൊരു താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഒരുപാട് ഇപ്പം വർഷം കുറെ ആയി ഞങ്ങൾ തമ്മിൽ റീകണക്ട് ആയിട്ട്, എനിക്ക് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ റീകണക്ട് ആകുന്നത് തന്നെ. അപ്പം ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാണ്. പെട്ടെന്നാണ് ലൈഫ് ഇപ്പൊ മാറുന്നത്. ടെക്നോളജിക്കലി വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങളെല്ലാം അഡ്വാൻസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഡെന്റിസ്ട്രിയില് എപ്പോഴും നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് പഠിക്കുകയും ഒബ്സർവ് ചെയ്യുകയും പുതിയ ടെക്നോളജീസ്, ടൂൾസ്, അതുപോലെ തന്നെ ഇംപ്ലാന്റ് പറഞ്ഞു, ഇംപ്ലാന്റ് തന്നെ പല ഡെന്റൽ മോഡൽസ്. അപ്പം ഒരുപാട് ഇൻഫോ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പം മൂവാറ്റുപുഴയിലെ ഡെൻ കെയർ എന്നുള്ള ഇതുണ്ട്. ഞാൻ അതിന്റെ ബേസിൽ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഡെന്റൽ ഇംപ്ലാന്റ് ഉണ്ടാക്കുന്ന സെന്റർ നമ്മുടെ കേരളത്തിലെ മൂവാറ്റുപുഴ എറണാകുളം ജില്ലയിലാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഒരു സെഗ്മെന്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ടെന്നുള്ളത് എനിക്ക് കൂടുതൽ എന്നെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്, എന്നെ എക്സൈറ്റിംഗ് ആക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എനിക്ക് അടുത്തൊരു ചോദ്യം കൃഷ്ണയോട് ഡോക്ടർ എനിക്ക് ചോദിക്കാനുള്ളത്, ആസ് ഡെന്റിസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കായിരുന്നു. ഒരു ഫ്യൂച്ചർ ഓഫ് ഡെന്റിസ്ട്രി, ലൈക്ക് ഡെന്റിസ്ട്രി ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് എത്രത്തോളം കാര്യങ്ങൾ, ഇപ്പൊ ഭാഷ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ഹാൻഡ്സ് ഓൺ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ നിങ്ങൾ ഒരു ക്ലിനിക്ക് റൺ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ആണ് മാറുന്നത്, ഫ്യൂച്ചർ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും മാറ്റങ്ങൾ നമ്മുടെ എല്ലാ ഇതിലും വരുന്ന പോലെ തന്നെ ടെക്നോളജി മാറുന്നതനുസരിച്ച് ഡെന്റിസ്ട്രിയിലും മാറ്റങ്ങൾ വന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്.
ഇപ്പൊ നമുക്കറിയാം AI ഒരു കാലമാണ് ഇനി വരുന്നത്, ഇപ്പോൾ ഉള്ളതും ഇനി വരാൻ പോകുന്നതും. അപ്പൊ നമ്മുടെ ഡെന്റിസ്ട്രിയിലാണെങ്കിലും AI ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ ചേഞ്ചസ് നോക്കുവാണെങ്കിൽ നമ്മളൊരു 10 വർഷം പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പല്ലിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വേദന വരുമ്പോഴാണ് പല്ലെടുത്തോ എന്നുള്ള ഒരു മാറ്റം ഇതായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് ഈ ഒരു 10 വർഷം കൊണ്ട് മാറി. വേറെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, പല്ലിനെ സേവ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ ആളുകളുടെ മൈൻഡും മാറുന്നു. അതനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ്സും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് പറയുവാണെങ്കിൽ ഇപ്പം നമ്മളൊരു കുറെ കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. പക്ഷെ കുറച്ച് നാളുകൾ കൂടെ കഴിഞ്ഞാൽ അതൊക്കെ കംപ്ലീറ്റ്ലി ഇല്ലാതെയാവും. നമ്മൾ പല്ലിന് എന്തെങ്കിലും ഒരു അളവെടുക്കുക, ഇപ്പൊ പല്ല് സെറ്റ് വെക്കാനൊക്കെ അങ്ങനെയുള്ള രീതികൾക്കൊക്കെ ഇപ്പൊ കൂടുതലായിട്ട് സ്കാനിങ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പണ്ടൊരു മെറ്റീരിയൽ ഇങ്ങനെ നമ്മൾ കുഴച്ച് ഉരുട്ടി അത് വായിൽ വെച്ചു മെഷർമെന്റ് എടുത്തു ആ രീതിയിൽ കുറെ സമയം പോകുന്നു. അതുപോലെ ആൾക്കാർക്ക് അത് വളരെ ഇൻകൺവീനിയന്റ് ആണ്. അപ്പൊ അങ്ങനെ ഉള്ളതൊക്കെ മാറി. ഇപ്പൊ സ്കാനിങ്, അതായത് നമുക്ക് നേരെ കമ്പ്യൂട്ടറിൽ ഒരു സ്കാനർ കൊണ്ട് വരുന്നു, ആൾക്കാരുടെ സ്കാനിങ് ചെയ്യുന്നു, അത് നേരെ ലാബിലേക്ക് മെയിൽ ചെയ്യുന്നു, കഴിഞ്ഞു. 2 ദിവസം കൊണ്ട് നമുക്ക് ഓ ഇതാകുന്നു. അപ്പം ആ ഒരു മാറ്റമൊക്കെ ഇപ്പം കോമൺ ആയിട്ട് ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. സ്കാനിങ് എല്ലായിടത്തും തന്നെ ആയി വരുന്നു. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് മുന്നോട്ട് എല്ലാ മാറ്റങ്ങളും വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇരിക്കും. Wow. ഇതിനകത്ത് തന്നെ ഒരു എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഒരാളുടെ പല്ലിന്റെ ഘടന, എല്ലാവരുടെയും ഘടന വ്യത്യാസമായിരിക്കും. ആസ് എ ഡെന്റിസ്റ്റിനേക്കാൾ നമ്മുടെ പക്ഷിലേക്ക് അറിയാം. പല ഡിഫറെന്റ് ടൈപ്സ് ആണ്. ചില ആൾക്ക് പല്ല് പോകുമ്പോൾ നമ്മൾ പല്ലിൽ കമ്പിടണം, ചില ആൾക്ക് പർട്ടിക്കുലർ ഞാനതിന്റെ തിക്നെസ്സിനെ പറ്റിയിട്ട് പറഞ്ഞു. തിക്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സെൻസിറ്റിവിറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം എനിക്ക് അതിനകത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം, നോർമലി നിങ്ങളൊരു ഡെന്റിസ്റ്റ് ആയിട്ട് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു BS വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിഷ് ചൂസ് ചെയ്തിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഡെന്റിസ്ട്രിയിൽ ഉള്ള ഡിഫറെന്റ് സ്പെഷ്യാലിറ്റീസ് ആയിട്ട് പറയുവാണെങ്കിൽ അത് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും നമ്മൾ BDS നമുക്ക് നമ്മുടെ നാട്ടില് 5.5 years ആണ് കോഴ്സ് വരുന്നത്. അപ്പൊ ആ ഒരു 5.5 years. അതെ അതെന്ന് വെച്ചാൽ 5.5 4 years. and a half ഓ year സ്റ്റഡി ആൻഡ് 1 year കുഹാസിന്റെ റൂൾ അനുസരിച്ച് 365 ഡേയ്സിന്റെ ഇന്റേൺഷിപ്പ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഉം. അപ്പൊ നമുക്ക് നാട്ടിലാണ് കേട്ടോ, കേരളത്തിലാണ് ഇത് ഇത്രയും ലെങ്തി ആ. ആയിട്ട് കോഴ്സ് വരുന്നത്. അപ്പൊ ഇത്രയും ഇതിൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്പെഷ്യാലിറ്റീസിന്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ 5.5 വർഷം കൊണ്ട് തന്നെ പഠിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രാക്ടിക്കൽസും ചെയ്യുന്നുണ്ട്. നമുക്കൊരു സെക്കൻഡ് ഇയർ വരെയുള്ള സമയത്ത് നമ്മൾ പേഷ്യന്റിൽ അല്ലാതെ മോഡൽസ് പ്രാക്ടിക്കൽസും, തേർഡ് ഇയർ മുതൽ തന്നെ നമ്മൾ പേഷ്യൻസിനെയും കണ്ടു തുടങ്ങുന്നുണ്ട്. ആ രീതിയിലാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. ഇനി അതിൽ തന്നെ നമുക്ക് സ്പെഷ്യാലിറ്റീസ് ഉള്ളത് OMR എന്ന് പറയും, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ റേഡിയോളജി. അതായത് നമ്മുടെ ടിഷ്യൂസിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, അതുപോലെ റേഡിയോളജിക്കൽ ആയിട്ട് അതായത് നമുക്ക് എക്സ്റേ വഴി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡിഫക്ട്സ്, അതുപോലെ നമ്മുടെ ഓറൽ ക്യാൻസർ അങ്ങനെയുള്ള ലീഷൻസ് അതൊക്കെ ഡീൽ ചെയ്യുന്ന വിഭാഗമാണ് OMR എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി, അതായത് നമുക്ക് ഈ പല്ലെടുക്കുന്നത്, അതുപോലെ തന്നെ ഈ കട്ട് ചെയ്ത് പല്ലെടുക്കുന്നത്, അതായത് നമ്മൾ ഈ കുടുങ്ങി കിടക്കുന്ന ചില പല്ലുകൾ ഉണ്ടാവും, ഇമ്പാക്റ്റഡ് ടീത്ത് എന്നൊക്കെ പറഞ്ഞ് വിസ്റ്റം ടീത്തുകൾ പലപ്പോഴും പുറത്തേക്ക് വരാതെ എല്ലിന്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നത്, അത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസിന്റെ ചേഞ്ചസിന് വേണ്ടിയിട്ടുള്ള സർജറീസ്, അത് പല സർജറീസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നെയിംസ് അങ്ങനെ ഒരുപാടുണ്ട്, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം നമ്മുടെ മാക്സിലോഫേഷ്യൽ ആയിട്ടുള്ള റീജിയൻസ്, അതായത് നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റൽ ട്രോമയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും മുഖത്തിന്റെ ഭാഗത്തേക്ക് അടുത്ത് മുതൽ മുകളിലോട്ടുള്ള സർജറീസ് ചെയ്യുന്നത് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻസ് ആയിരിക്കും. പിന്നെ നമുക്ക് വരുന്ന ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും തന്നെ അറിയാവുന്ന ആൾക്കാരാണ് എൻഡോഡോണ്ടിസ്റ്റുകൾ. അത് കൺസർവേറ്റീവ് ആൻഡ് എൻഡോഡോണ്ടിസ്റ്റ്. പല്ല് അടയ്ക്കുകയും അതുപോലെ റൂട്ട് കനാൽ ചെയ്യുന്നവരെയാണ് നമ്മൾ കൺസർവേറ്റീവ് ആൻഡ് എൻഡോഡോണ്ടിസ്റ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ പെരിയോഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ മോണയുടെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നവരാണ് പെരിയോഡോണ്ടിക്സ്. അതാണ്. പിന്നെ അതുപോലെ ഇംപ്ലാന്റോളജി ഒരു സ്പെഷ്യാലിറ്റി ആണ്. അത് നമുക്ക് ഈ പറയുന്ന പോലെ പെരിയോഡോണ്ടിസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇംപ്ലാന്റോളജി നമുക്ക് അല്ലാതെ കോഴ്സ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഇംപ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പോയ പല്ല് വെക്കാനായിട്ട് ഒരു സ്ക്രൂ പോലെ നമ്മുടെ ഗമ്മിന്റെ അകത്തേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ് ഇംപ്ലാന്റോളജി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് പ്രോസ്റ്റോഡോണ്ടിക്സ്, അതായത് പോയ പല്ലുകൾ വെക്കുന്ന പല്ല് സെറ്റുകൾ, നമ്മളെ RPD FPD അങ്ങനെ പല പേരുകളുണ്ട്. അത് നമുക്ക് ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ ഊരിയെടുക്കാവുന്ന രീതിയിലൊക്കെ പല്ല് സെറ്റുകൾ വെക്കുന്ന, അതാണ് പ്രോസ്റ്റോഡോണ്ടിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഡെന്റിസ്ട്രി ഉണ്ട്. അതായത് നമ്മൾ ഈ കോമൺ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ, അതുപോലെ കോമൺ പീപ്പിളിനുള്ള അവയർനെസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇതിന്റെ തന്നെ നമുക്ക് ഈ ഒരു തിയററ്റിക് പാർട്ട് ഉണ്ടാവും. നമ്മളിപ്പോ PG ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ തീസിസ് സബ്മിഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ ടാബുലേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഇതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്.
പിന്നെ ഏറ്റവും ഇതായിട്ടുള്ള, അതായത് ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു ഇതാണ് ഓർത്തഡോണ്ടിക്സ്, പല്ലിന് കമ്പി ഇടുന്നത്. ഓ അപ്പൊ കമ്പി ഇടുന്നത് തന്നെ ഇപ്പൊ ഓ മാറിയിട്ട് ഒരുപാട് അലൈനേഴ്സ് ആണ് ഇപ്പൊ ഏറ്റവും ഇതായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. നമ്മൾ കമ്പി പോലും ഇടേണ്ട ആവശ്യമില്ല, ഒരു ക്ലിപ്പ് പോലത്തെ മെറ്റീരിയൽ വെച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് കാര്യങ്ങൾ. ഉം. അപ്പൊ അതാണ് ഓർത്തഡോണ്ടിക്സ്. പിന്നെ അതുപോലെ നമുക്ക് ഓറൽ പാത്തോളജി, അത് കംപ്ലീറ്റ്ലി ഒരു തിയറട്ടിക്കൽ പാർട്ടാണ്. അതായത് നമ്മൾ ഈ ബയോപ്സീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിന്റെ അണ്ടർലൈങ് കോസ് എന്താണ്, നമ്മുടെ എപ്പിത്തീലിയത്തിലും ടിഷ്യൂസിലും ഉണ്ടാവുന്ന മാറ്റങ്ങളെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഓറൽ പാത്തോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ്. ഓ എന്റെ അമ്മേ. ഇത് ഞാൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രത്തോളം അതിന്റെ ബ്രാഞ്ചസ് ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇത്രത്തോളം എത്രത്തോളം ടൈനി ഡീറ്റെയിൽസ് ആണ് ഒരു പല്ല് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നത് എന്നുള്ളതാണ് ഞാനിത് കേട്ടോണ്ടിരുന്നപ്പോൾ ശ്രദ്ധിച്ചത്. ഇപ്പം നമ്മുടെ നാട്ടിലെ തന്നെ പല ആളുകൾക്കും ഇത്രത്തോളം കാര്യങ്ങൾ പലർക്കും അറിയില്ല. പലരും വിചാരിച്ചിരിക്കുന്ന പല്ലുവേദന വന്ന ഡോക്ടറിനെ കാണുക, അത് മാത്രമാണ് എല്ലാവർക്കും അറിയത്തുള്ളൂ. ഇത്രത്തോളം സയൻസ് അതിന്റെ പുറകിലുണ്ട്, ഇത്രത്തോളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ ഓരോ സെഗ്മെന്റിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്, അതിനും ഓരോ സ്പെഷ്യൽ വിഭാഗങ്ങളുണ്ട്, തിയറീസ് ഉണ്ട്, ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത് വളരെ വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ തീർച്ചയായിട്ടും ചെയ്യുന്നു. നമ്മുടെ താങ്ക് യു സോ മച്ച്. മാസ്റ്റേഴ്സ് തന്നെ 3 വർഷമാണ്. നമുക്ക് MBBSന്റെ MD 2 വർഷം പഠിച്ചാൽ മതി, പക്ഷെ MDS 3 വർഷം പഠിക്കാനുണ്ട്. ഒന്നാമത് BDS കേരളത്തിലെ 5.5 വർഷം, അതെ അത് തന്നെ ഒരു ലോങ് ടൈമാണ്. പിന്നെ മാസ്റ്റേഴ്സ് 3 വർഷം, ഒരു 8.5 to 9 വർഷം പഠിത്തമാണ് വരുന്നത്. അതെ അതെ അതെ. പ്രാക്ടിക്കൽ പിന്നെ തറവായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ വർഷം പിന്നെ എടുക്കും. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം ഒരു ഡെന്റിസ്ട്രി എന്നുള്ള ഒരു ഭാഗത്തിന് എത്രത്തോളം ഡീപ്പർ ആയിട്ട് നിങ്ങൾ പഠിച്ചാലാണ് നിങ്ങൾക്ക് എത്രത്തോളം ഇൻഫോ കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിന്റെ സാരാംശം. ഏകദേശം ഒരു 10 വർഷക്കാലം നിങ്ങൾ പഠനം മാത്രമാണ്. ഞാൻ എക്സ്പീരിയൻസ് വേറെ പല രീതിയിൽ പഠിച്ചെടുക്കാൻ എത്ര എക്സാംസ് എഴുതണം, എത്ര പേരെ നിങ്ങൾ കാണണം, ഡീൽ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഇസ് നോട്ട് ഈസി. അപ്പം ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന, മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവരും ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം ഹ്യൂമൻ ലൈഫിനെ ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ദർ ഇസ് ഓൾവേസ് എ റിസ്ക്. അപ്പൊ ആ റിസ്ക് നിങ്ങൾ എടുക്കുന്ന, ഫേസ് ചെയ്യുന്ന, ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പം എനിക്ക് ഒരു ലാസ്റ്റ് ആയിട്ടൊരു ചോദ്യം നമ്മള് ചോദിക്കാനുള്ളത് ഡോക്ടർ അശ്വതയുടെ ഹസ്ബൻഡ് ഡോക്ടർ ടിവിൻ തോമസിനെ പറ്റിയിട്ടാണ്. അപ്പം ഡോക്ടർ ടിവിൻ എന്താണ് ചെയ്യുന്നത്, ഡോക്ടർ എന്താണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഹസ്ബൻഡിനെ കുറച്ച് വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഫാമിലിയിലെ കിഡ്സ്, കുട്ടികൾ അത് സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫാമിലി ലൈഫിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ. ഞങ്ങൾ ആക്ച്വലി കല്യാണം ഞങ്ങളുടെ 2019 അതുപോലെ ഹസ്ബൻഡ് ആ സമയത്ത് ജസ്റ്റ് PG കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി ഏകദേശം ഒരു വർഷത്തോളം വർക്ക് ചെയ്തതിന് ശേഷമായിരുന്നു എന്റെ ഇതുപോലെ സ്റ്റഡീസ് കഴിഞ്ഞ് ഞാൻ ഒരു വർഷം ഇവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഹസ്ബൻഡ് BDS പഠിച്ചത് ദാവങ്കരയാണ്, ബാപ്പുജി ഡെന്റൽ കോളേജിലാണ്. അതിനുശേഷം MDS അതിന്റെ പുറകെ തന്നെ കർണാടക എൻട്രൻസ് എഴുതി അങ്ങനെ ക്വാളിഫൈ ചെയ്ത് കിട്ടിയതാണ് എൻട്രൻസ്. അത് ബാഗൽകോട്ട്, കർണാടക തന്നെ ബാഗൽകോട്ടിലാണ് പഠിച്ചത്. സ്പെഷ്യലൈസേഷൻ പെരിഡോണ്ടിക്സ് ആൻഡ് ഇംപ്ലാന്റോളജി, അതായത് മോണയുടെ സ്പെഷ്യലൈസേഷനും അതിനോടൊപ്പം തന്നെ ഇംപ്ലാന്റിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പൊ അത് രണ്ടും കൂടെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് അവരുടെ കോളേജിൽ. ഇംപ്ലാന്റോളജി നമുക്ക് പെരിഡോണ്ടിക്സിന്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് നോർമലി നമുക്ക് പ്രോസ്റ്റോഡോണ്ടിക്സ്, അതുപോലെ ഓറലോ മാക്സിലോഫേഷ്യൽ സർജൻസ്, പെരിഡോണ്ടിക്സ്, ഈ 3 ഡിപ്പാർട്ട്മെന്റ്സിൽ നമുക്ക് ഇംപ്ലാന്റോളജി പ്ലസ് ആയിട്ട് ചില കോളേജസിൽ കിട്ടും. അപ്പം അങ്ങനെയാണ് സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിനുശേഷം ഞങ്ങള് കല്യാണത്തിന്റെ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഓരോ ക്ലിനിക്സിൽ വർക്ക് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ക്ലിനിക്ക് ഞങ്ങള് 2022 സ്റ്റാർട്ട് ചെയ്തത്. 21 അവസാനം ആ ഒരു സമയത്താണ് നമ്മൾ ഇതിനുള്ള പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ ഫുൾ ടൈം ആയിട്ട് ക്ലിനിക്കിൽ തന്നെ ഉണ്ട്. ഹസ്ബൻഡ് വേറെ അതിന്റെ അടുത്തുള്ള നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ പല സ്ഥലത്ത് ക്ലിനിക്സിൽ കൺസൾട്ടന്റ് പെരിഡോണ്ടിസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, ഇംപ്ലാന്റും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അതുപോലെ ഹോസ്പിറ്റൽസ് ഒക്കെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ മോള് മൂത്തയാളിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ 5 വയസ്സ് കഴിഞ്ഞു, ആള് LKG-യിലാണ്. ഞങ്ങളുടെ ക്ലിനിക്കിന്റെ അടുത്ത് തന്നെ മേരി മൗണ്ട് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട്, അവിടെയാണ് പുള്ളി പഠിക്കുന്നത്. ഇളയാള് 2.5 വയസ്സായി. രണ്ടുപേരും മോളാണ്, ടിയ ആൻഡ് ടെസ. പിന്നെ ഞങ്ങള് വീട്ടില് എനിക്ക് ആക്ച്വലി ഒരു എന്താ പറയുന്നത്, ഇത്രയും എല്ലാ കാര്യങ്ങളും ഇതിനിടയിൽ നടന്നു പോകുന്നതിന് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് വീട്ടില്. പപ്പായും ഉമ്മയും ഉണ്ട്, അതുപോലെ എന്റെ അമ്മയും അപ്പയും ആണെങ്കിലും വീട്ടിലുണ്ട്. അപ്പം എല്ലാത്തിനും എല്ലാം കൊണ്ടും നന്നായിട്ട് പോകുന്നു. എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹവും. തീർച്ചയായിട്ടും. അപ്പം ഇത്രയും നേരം ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. അത് എനിക്ക്
പല കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വെരി ഈസി ആയിട്ട് ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് പല ടോപ്പിക്സും ഹാൻഡിൽ ചെയ്തത്, എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ നാട്ടിലുള്ള ഇത് കേൾക്കുന്ന ആളുകൾ, ഇപ്പം ഞാൻ പുറത്തു നിന്നൊരു വ്യക്തിയാണ്, ഇവിടെ ഡെന്റൽ അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഡിമാൻഡിങ് ആണ്, കിട്ടാൻ പാടാണ്, അപ്പോയിന്റ്മെന്റ് കിട്ടാൻ പാടാണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഡെന്റൽ വളരെ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ലൈഫ് കൂടെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇത്രയും നേരം ഈ വീഡിയോയിൽ ഇത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്ന അശ്വരയുള്ള താങ്ക് യു ഞാൻ പറയുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അശ്വരയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ അശ്വരയെ അപ്രോച്ച് ചെയ്യുക. pretty sure she's very knowledgeable and also വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ്സ് ആയിട്ട് ഇടാം. അപ്പം അശ്വര താങ്ക് യു സോ മച്ച് ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന്, ഇത്രയും സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സാധാരണ പല ആളുകൾക്കും ഇത് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും എനിക്ക് സാധിച്ചു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.